Good afternoon. ഞാൻ കേൾക്കുന്നില്ലേ? ഗോകുൽ ഇവിടെ തമ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് എക്സാമിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ടൈം ടേബിൾ വന്നിട്ടില്ലേ? ബുധനാഴ്ചക്ക് എക്സാം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? മൊഡ്യൂൾ എക്സാം വെനസ്ഡേ ടൈം ടേബിൾ കിട്ടി. ഓക്കെ, അതിനകത്ത് ഫസ്റ്റും സെക്കൻഡും തേർഡ് ചാപ്റ്റർ. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു, തേർഡും കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് പകുതിയായി. അപ്പൊ നിങ്ങക്ക് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടില്ലേ? നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് തന്നെയാണ് കേട്ടോ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത്. ഇന്ന് ഞാൻ എടുക്കുന്നത് എക്സാമിന് ഉണ്ടാവില്ല. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് എവിടെയാണ്? അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഇന്ന് എടുക്കുന്നത് ഉണ്ടാവില്ല, ബാക്കി അത്രയും എക്സാമിന് ഉണ്ടാകും. ഇവിടെ നോക്കി നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തോ കേട്ടോ. ഇന്റർവ്യൂവിന് മുന്നേ വരെയുള്ളത് കേട്ടോ, ഇവിടെ വരെ. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു നിർത്തിയില്ലേ? അവിടെ വരെയൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഡൗട്ട് വേണ്ട. ഫസ്റ്റും തേർഡ് ചാപ്റ്റർ ഫുള്ള് നിങ്ങൾക്ക് കഴിഞ്ഞു, അതുണ്ടാവും. സെക്കൻഡ് ചാപ്റ്ററിന്റെ അപ് ടു ഇവിടെ വരെ, അതായത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പേജ് നമ്പർ എത്രയാ? 36 തന്നെയാണോ കിടക്കുന്നത് ടെക്സ്റ്റില്? നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ എത്രയാ കിടക്കുന്നേ? ഗൂഗിളാണ് ഇടയ്ക്കൊക്കെ ഓരോ തമ്പൊക്കെ തന്നത്. മേഘ, റോസ്മി, എത്ര പേജ് നമ്പർ? 36 തന്നെ അല്ലെ? ഓക്കെ, ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ 36 ആണ്. അപ്പൊ പേജ് നമ്പർ 36, രണ്ടാമത്തെ ചാപ്റ്ററില് പേജ് നമ്പർ 36 വരെയാണ് എക്സാമിനുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ കേട്ടോ. ഫസ്റ്റും തേർഡ് ചാപ്റ്ററും ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അവിടം വരെ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് അവിടെ വരെ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. ക്ലിയർ അല്ലേ? ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഇനി ഡൗട്ട് ഇല്ല. അപ്പൊ ഇനി എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിക്കാം കേട്ടോ. ഇനി അതായത് ഇന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ മുതൽ എക്സാമിന് ഇല്ല, കഴിഞ്ഞ ദിവസം എടുത്തത് വരേക്കും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റുകൾ വരെ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് ആണ്. ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് 2 ക്ലാസ് ഉണ്ടാവും കേട്ടോ നമുക്ക്. അതായത് മൺഡേയും ട്യൂസ്ഡേയും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. പുതിയ ബാച്ചസ് വന്നപ്പോൾ ടൈം ടേബിളിന് കുറച്ച് വേരിയേഷൻസ് വന്നു. അപ്പോ നിങ്ങൾക്ക് ഒരു ക്ലാസ്സും കൂടി എനിക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൺഡേയും ട്യൂസ്ഡേയും ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നത്. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണ് കേട്ടോ. എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇന്റർവ്യൂ? ആൻ ഇന്റർവ്യൂ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ സെലക്ഷൻ പർപ്പസസ്. നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ, ഒരു ജോബ് വേക്കൻസി അതിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സെലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇന്റർവ്യൂ, which allows an employer to view the overall personality of an individual and freely evaluate his behavior. ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? പോയിട്ടുണ്ടോ? ആരില്ലേ നമ്മുടെ കൂട്ടത്തില്? 11 പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ഇന്റർവ്യൂവിന് പോയിട്ടില്ലേ ഇതുവരേക്ക് നിങ്ങള്? ഇല്ലേ? ഉണ്ട്. സാന്ദ്ര ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഉണ്ട്. ഷാജി ലാൽ ഇട്ടിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? ഇന്റർവ്യൂവിന് എന്താ ചെയ്യുന്നത്? എംപ്ലോയർ ടു വ്യൂ ദ ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെ, അത് എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫ്രീലി ഇവാലുവേറ്റ് ഹിസ് ബിഹേവിയർ. അവരുടെ സ്വഭാവം, പേഴ്സണാലിറ്റി ഇതെല്ലാവരും ഇന്റർവ്യൂവില് എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് ആ സെലക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടേ.
is a method used for selection purposes which allows the employer to view the overall personality of the individual and to freely evaluate his behavior. Like മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വലിന്റെ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി, മൊത്തത്തിലുള്ള ഒരു ബിഹേവിയർ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. Okay, interview is a mode of making face-to-face contact in order to articulate the basic idea about the personality of the applicant, identify his intelligence, span of interest, and the general attitude towards the life. Like, എന്താ പറഞ്ഞേക്കുന്ന ഇന്റർവ്യൂവിൽ എന്താ ചെയ്യുന്നത്? The applicants in the നമ്മളെ കാൻഡിഡേറ്റ്സിന്റെ അല്ലെങ്കിൽ ആപ്ലിക്കൻസിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നേടുന്നതിന് അയാളുടെ ബുദ്ധിശക്തി എന്തൊക്കെയാ അവിടെ മെഷർ ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ഹിസ് ഇന്റലിജൻസ്, ബുദ്ധിശക്തി, അതുപോലെ തന്നെ സ്പാൻ ഓഫ് ഇൻട്രസ്റ്റ്, ഏതൊക്കെയാണ് ഇൻട്രസ്റ്റ് മേഖല, താല്പര്യങ്ങളുടെ വ്യാപ്തി, ഡെപ്ത്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ആൻഡ് ജനറൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ലൈഫ്, ആ ലൈഫിനോട്, ജീവിതത്തോടുള്ള ഒരു മനോഭാവം എന്തൊക്കെയാണ് എന്നിവ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 2 സെന്റൻസും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ ഡാഷ് ഈസ് എ മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. രണ്ടാമത്തെ സെന്റൻസ് ആണ് ഡാഷ് ഈസ് എ മോഡ് ഓഫ് മേക്കിംഗ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. ആ സെന്റൻസ് രണ്ടും അതുപോലെ തരാം. ആൻസർ നമുക്കറിയാം എന്താണ്, ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഇനി ഇന്റർവ്യൂവിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു സ്കോട്ട്, ഇന്റർവ്യൂവിന് എന്താണ് സ്കോട്ട് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ? ആ ഇന്റർവ്യൂ ഈസ് എ പർപ്പസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. പർപ്പസ്ഫുൾ എന്താ, ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഉദ്ദേശപൂർവമായിട്ടുള്ള, എന്തിനാ, നമുക്ക് ആ ഒരു ജോബ് വേക്കൻസി ഉണ്ട്, അത് ഫില്ല് ചെയ്യാന്, അതാണ് നമ്മുടെ ആവശ്യം അല്ലെ. അതിന് വേണ്ടിയിട്ട് സെലക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. ആൻഡ് ഇന്റർവ്യൂ ഇസ് എ പർപ്പസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ദ ആൻസറിംഗ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more person. 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇന്റർവ്യൂവർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ആൻസർ പറയുന്നു. അവർക്കിടെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഉദ്ദേശപൂർവമായിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് സ്കോട്ട് ഇന്റർവ്യൂവിന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതാണ്? അക്കോർഡിംഗ് ടു ഡാഷ് അല്ലെ, അക്കോർഡിംഗ് ടു ഡാഷ്, അത് ആര് കൊടുത്ത ഡെഫിനിഷൻ ആണ്, ഇങ്ങനെ അല്ല ചോദിക്കും. ആ സെന്റൻസ് തന്നിട്ട് അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് അവിടെ ആരാന്നുള്ളത് അവിടെ എഴുതാം. പിന്നെ അല്ലെങ്കിലോ അക്കോർഡിംഗ് ടു സ്കോട്ട് ഡാഷ് ഈസ് ആൻഡ് പർപ്പസ്ഫുൾ, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ഡെഫിനിഷൻ ആയിട്ട് ബൈക്കാട്ട് ചെയ്യണ്ട. ആ ഒരു സെന്റൻസിന് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ആര് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ആണെന്നും ആ ഡെഫിനിഷന് തന്നിട്ട് എന്താണ് പർപ്പസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ അല്ലെങ്കിൽ ആൻഡ് ഡാഷ് ഈസ് എ അന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും ചോദിക്കാം. ക്ലിയർ അല്ലേ? ആ ഡെഫിനിഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കുക എന്നുള്ളത് അത് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഇൻ സിമ്പിൾ വേർഡ്സ്, ഇനി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, an interview can be described as an effort to obtain maximum information about the candidate regarding his fitness for the job. ആ ജോലിയുടെ ഒരു ഫിറ്റ്നസ് അല്ലെ, ഏതൊരു ജോലിക്കാണെങ്കിലും അതിൻ്റെതായ ഫിറ്റ്നസ് ഉണ്ടാവണം, വേണ്ടേ? ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നു, അപ്പൊ എനിക്കിവിടെ ഇതിനു മുന്നേ, അതായത് ഞാനിവിടെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് എന്നെ ഇവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ വെറുതെ എന്നെ ഇവിടെ ഇരുത്തോ? ഇല്ല അല്ലെ. നമുക്ക് അതിനു മുന്നേ ഇന്റർവ്യൂ നടത്തും, ക്ലാസ്സുകൾ എടുത്ത് കാണിക്കണം. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്, ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ഇതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഈ ജോലിയുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ഏത് മേഖലയായിക്കോട്ടെ, ഏത് ജോലിയാണെങ്കിൽ അതിന് ഫിറ്റ് ആണോ അല്ലെ, അതുമായി ബന്ധപ്പെട്ടിട്ട് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻ ലഭിക്കാനുള്ള ഒരു എഫേർട്ട് ആണ് ഇന്റർവ്യൂ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഒരു ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നേടിയെടുക്കുന്നത്. ഓക്കെ, in simple words, interview can be described. ഇന്റർവ്യൂവിനെ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം? ആ ഇന്റർവ്യൂ is an effort to obtain, എന്തിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട്? മാക്സിമം ഇൻഫർമേഷൻ about the candidates. കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള മാക്സിമം വിവരങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു എഫേർട്ട് ആണ്. അത് എന്തിനാണ്?
regarding his fitness for the job. ആ ജോലിയുടെ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻ നേടിയെടുക്കുന്നതിനുള്ള ഒരു എഫേർട്ട് ആണ് ഏത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതും അണ്ടർലൈൻ ചെയ്തിട്ടെ. ഇപ്പൊ നമ്മൾ 4 സെന്റൻസ് പറഞ്ഞു, 4 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം. ആൻസർ അറിയാലോ. ആൻസർ എന്തായിരിക്കും? ഡാഷ് ഇട്ട് തരുമ്പോ അവിടെ ഇന്റർവ്യൂ എന്നാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി types of interview. പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് കേട്ടോ. There are various type of interviews which are used for obtaining various kinds of information and to evaluate the candidate skills, knowledge, etc. on a variety of bases. ഉണ്ടോ? എന്താ പറഞ്ഞേക്കുന്നത്? ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ഇന്റർവ്യൂ അല്ല, പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ഫിസിക്കലി നമ്മള് ഫിസിക്കൽ ടെസ്റ്റും ഇതൊക്കെ നടത്തുന്ന ഫിസിക്കലി അത് ആവശ്യമായിട്ടുള്ള ലോവർ ലെവൽ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവർക്ക് ഹൈലി ഇന്റലിജന്റ് ടെസ്റ്റുകളെല്ലാം അവർക്ക് കൊടുക്കുന്നത്. ഫിസിക്കലി അവര് കേപ്പബിൾ ആണോ എന്നുള്ളത് നോക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ പലതരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെ ആ കാൻഡിഡേറ്റ്സിന്റെ സ്കിൽസ്, കഴിവുകള്, നോളജ്, അറിവുകള് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. ഓൺ വെറൈറ്റി ഓഫ് ബേസസ്. അതിന്റെ ആ ഏത് ജോലി ഏതാണ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എംപ്ലോയ്മെന്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ഫോളോയിങ് ടൈപ്സ്. തൊഴിലുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് കേട്ടോ ഈ താഴെ കൊടുത്തേക്കുന്നത്. 3 രീതിയിൽ ഇന്റർവ്യൂവിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് തൊഴില്. തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ഇന്റർവ്യൂവിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. എംപ്ലോയ്മെന്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ഫോളോയിങ് ടൈപ്സ്. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന തൊഴില്. ആ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവിനെ താഴെ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്താന്നൊക്കെ ഒന്നാമത്തെ ഏതാ? പ്രിലിമിനറി ഇന്റർവ്യൂ. ഫസ്റ്റ് ഇന്റർവ്യൂ ഏതാ? പ്രിലിമിനറി ഇന്റർവ്യൂ. രണ്ടാമത്തെയാണ് കോർ ഇന്റർവ്യൂ, CORE, കോർ ഇന്റർവ്യൂ. ദെൻ അടുത്തത് മൂന്നാമത്തെയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ, തീരുമാനം എടുക്കുന്ന ഇന്റർവ്യൂ. ഏതൊക്കെയാ 3 ടൈപ്പ് ഇന്റർവ്യൂസ് ഏതൊക്കെയാ? പ്രിലിമിനറി ഇന്റർവ്യൂ, കോർ ഇന്റർവ്യൂ, ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. 3 തരത്തിലുള്ള ഇന്റർവ്യൂ ആണ്. ഫസ്റ്റത്തെയാണ് പ്രിലിമിനറി ഇന്റർവ്യൂ. പേരിൽ തന്നെ അറിയാം, പ്രാഥമികമായിട്ടുള്ള ഇന്റർവ്യൂ, പ്രിലിമിനറി. Okay, the preliminary interview is a conversation between the candidates and the personal manager regarding the basic aspects of the job, such as the job characteristics, working condition, salary, and other benefits, etc. When the preliminary interview is a conversation, ആരൊക്കെ തമ്മിലുള്ളതാണ്? Candidates and the personal manager. Personal എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫ്, എംപ്ലോയി. സ്റ്റാഫ് ആണ് കേട്ടോ, സ്റ്റാഫ് ആണ് പേഴ്സണൽ എന്ന് പറയുന്നത്. സ്റ്റാഫ്, പേഴ്സണൽ മാനേജർ, സ്റ്റാഫ് മാനേജർ. അതായത് ആ പേഴ്സണൽ മാനേജറും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള ആ കോൺവെർസേഷൻ, അതാണ് പ്രിലിമിനറി ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തിട്ടേ. Dash is a conversation between the candidates and a personal manager regarding the എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺവെർസേഷൻ ആ? വെറുതെ വീട്ടുവിശേഷം മാത്രമല്ല അല്ലെ, എന്തുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആസ്പെക്ട്സ് ഓഫ് ദ ജോബ്, സച്ച് ആസ് ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്ന ജോലിയാണ്, ആ ജോലിയുടെ സ്വഭാവ കാര്യങ്ങള്, വർക്കിംഗ് കണ്ടീഷൻ, സാലറി, അതർ ബെനിഫിറ്റ്സ്, ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന മറ്റുള്ള ബെനിഫിറ്റ്സ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പേഴ്സണൽ മാനേജറും കാൻഡിഡേറ്റ്സും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്തിട്ടോട്ട് ആ സെന്റൻസ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട? റിഗാർഡിംഗ് ദ ബേസിക് ആസ്പെക്ട്സ് ഓഫ് ദ ജോബ്, ജോലിയുടെ വശങ്ങള്, അടിസ്ഥാന വശങ്ങള്, ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വർക്കിംഗ് കണ്ടീഷൻ, സാലറി ആൻഡ് ബെനിഫിറ്റ്സ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ പേഴ്സണൽ മാനേജറും സ്റ്റാഫ് മാനേജർ candidates തമ്മിലുള്ള കോൺവെർസേഷൻ. This help an organization in eliminating inadequate people. ഈ കോൺവെർസേഷൻ അവർ നടത്തുമ്പോൾ എന്താണ്, ആ ഒരു സ്ഥാപനത്തിന് ആ കാൻഡിഡേറ്റ്സ് ആഡിക്വേറ്റ് ആണോ, അതിന് ആപ്റ്റ് ആണോ, അല്ലെങ്കിൽ ഇന്നാഡിക്വേറ്റ് ആണോ? ഇന്നാഡിക്വേറ്റ് എന്ന് വെച്ചാൽ അനുയോജ്യമല്ല അല്ലെ. ഈ അനുയോജ്യമല്ലാത്ത ആ കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും പ്രിലിമിനറി ഇന്റർവ്യൂവിൽ തന്നെ. മനസ്സിലായോ?
This help an organization eliminate inadequate people. അനുയോജ്യമല്ലാത്ത ആ ജോലിക്ക് അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. And helps the candidate to decide whether to accept or reject the job. അവിടെ കാൻഡിഡേറ്റ്സിന് എന്ത് പറ്റും? കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ജോലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ? ജോലിയുടെ കാര്യങ്ങള് അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ്, വർക്കിംഗ് കണ്ടീഷൻ, സാലറി, ബെനിഫിറ്റ്, ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് പറ്റിയതല്ല, ഞാൻ ഇത്രയും സാലറി അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, ഇച്ചിരി കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് നിൽക്കുന്നില്ല. ആർക്ക് തീരുമാനിക്കാം ആ ജോലി സ്വീകരിക്കണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത്? കാൻഡിഡേറ്റ്സിന് റിജക്ട് ചെയ്യാം. കണ്ട, ഓർഗനൈസേഷന് അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാനും അതേസമയം കാൻഡിഡേറ്റ്സിന് ആ ഒരു ജോലി അക്സെപ്റ്റ് ചെയ്യണോ അത് റിജക്ട് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യാനും ഈ പ്രിലിമിനറി ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. അണ്ടർലൈൻ ചെയ്തോട്ടോ. The preliminary interview can be divided in the following. ആ preliminary interviewനെ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. ഇൻഫോർമൽ ഇന്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. ഏതൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ഇൻഫോർമൽ ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. കാൻഡിഡേറ്റ്സും HR മാനേജറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ആ ജോലിയുടെ സ്വഭാവ സവിശേഷതകൾ, വർക്കിംഗ് കണ്ടീഷൻ, സാലറി, ബെനിഫിറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺവെർസേഷൻ. ഇത് എന്തിനു സഹായിക്കുന്നു? ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജറിനെ എന്താണ് ആ അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാനും പിന്നെ കാൻഡിഡേറ്റ്സിന് ആ ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അവിടെ ഇല്ലേ? അത് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരുന്ന് ഉറങ്ങുവാണോ? ഇല്ലേ? പോകില്ലേ? സാന്ദ്ര, ശ്രീന, ആമിന, അനക്ക, നിങ്ങളിവിടെ അനങ്ങാതിരിക്കുമ്പോ ഒന്നാമതില് നിങ്ങളെ ഞാൻ കാണുള്ള ഇവിടെ ഉണ്ടോന്നാവോ? അത് ക്യാമറ ഓൺ ചെയ്ത് വേറെ വഴിക്ക് വല്ല ഫുഡ് കഴിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയാണോ? ക്ലിയർ ആയി മിസ് എന്ന് ഇടണ്ട. ഇടയ്ക്കൊക്കെ ഒരു തമ്പെങ്കിലും തന്നെ കേട്ടോ, അല്ലെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്ക് അറിയാലോ ഈ HR എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ്. അതിന്റെ ഉള്ളിൽ എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾക്ക് അറിയാലോ വലിയൊരു ചാപ്റ്റർ ആണ്. ഒരു ദിവസം 2 പേജെങ്കിലും വെച്ചിട്ട് നമുക്ക് പോണം, അത്രയും തീർക്കണം. അപ്പൊ നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ക്ലിയർ ആണെന്ന് മെസ്സേജ് ചെയ്യാട്ടോ. മനസ്സിലായില്ലെങ്കിൽ അത് മെസ്സേജ് ചെയ്യണേ. ഓക്കെ, ഇവിടെ ഉണ്ട് ടീച്ചറെ ഷാജി ഇട്ടിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഷാജി ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ തന്നെയല്ലേ ഈ പറയണ്ടേ, നിങ്ങൾ കേൾക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു മെസ്സേജ് ഒക്കെ തന്നില്ലെങ്കിൽ എനിക്കറിയോ നിങ്ങൾ ഇവിടെ ഉണ്ടോ, വേറെ വഴിക്ക് പോയോ എന്നൊക്കെ അറിയില്ലേ. അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂവിനെ നമുക്ക് എന്താണ് 2 ടൈപ്പ് തിരിക്കാം. ഏതൊക്കെയാണ്? ഇൻഫോർമൽ ഇന്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. ഇനി ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? അനൗപചാരികമായിട്ട്, ഫോർമൽ അല്ല, അനൗപചാരികമായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. നോക്കി എന്താണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഏതെങ്കിലും ഡാഷസ് ഒക്കെ ചോദിക്കുക ഏത് ടൈപ്പ് ഇന്റർവ്യൂ ആണെന്നൊക്കെ ഉള്ളത്. An informal interview can be conducted at any place by HR personnel to obtain the fundamental and non-job related information. കണ്ടോ, ആ കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ നേടുന്നതിന് നോൺ ജോബ് റിലേറ്റഡ്, ജോലിയുമായിട്ട് ബന്ധമില്ലാത്ത മറ്റുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻസ്, ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് HR മാനേജറിന് ഏത് പ്ലേസിലും എവിടെ വെച്ച് വേണമെങ്കിലും, ഇന്ന സ്ഥലം വേണമെന്നൊന്നുമില്ല, ഏത് പ്ലേസിൽ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഇൻഫോർമൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും. Dash interview can be conducted at any places by HR personnel to obtain the fundamental and non-job related information. മനസ്സിലായോ? അതായത് HR മാനേജറിന് ഏത് സമയത്ത് വേണമെങ്കിലും കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള നോൺ ജോബ് റിലേറ്റഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് നടത്താൻ പറ്റും. ഇനി അടുത്തതാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചർ ഇല്ല അല്ലെ, ഒരു പ്രത്യേക അടക്കി ഒതുക്കി ഒരു സ്ട്രക്ചേർഡ് അല്ല അത്. അൺസ്ട്രക്ചേർഡ്, അധികം എന്താ മോൾഡ് ചെയ്യാത്ത, അധികം രൂപപ്പെടുത്താത്ത, എല്ലാരും മുൻകൂട്ടി തയ്യാറാക്കാത്ത അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ പ്രൊവൈഡ് ഫ്രീഡം ടു കാൻഡിഡേറ്റ്സ്.
കാൻഡിഡേറ്റ്സിന് ഫ്രീഡം ഉണ്ട്. സോ ദാറ്റ് they can disclose about their knowledge in various topic or field, their background, expectation, interest, etc. കണ്ടോ, അൺസ്ട്രക്ചേർഡ് ആണ്. അവിടെ ചോദ്യങ്ങളൊന്നും മുൻകൂട്ടി വെച്ചിട്ടില്ല. അത് കുറച്ചുകൂടിയും കാൻഡിഡേറ്റ്സിന് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അവർ പല ടോപ്പിക്, വേരിയസ് ടോപ്പിക്സ്, പല ഫീൽഡിനെ കുറിച്ച്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പ്രതീക്ഷകൾ, എക്സ്പെക്ടേഷൻ, അവരുടെ താല്പര്യങ്ങള്, ഇൻട്രസ്റ്റ്, ഇതിനെ കുറിച്ചൊക്കെ ഫ്രീഡം ഉണ്ട് കാൻഡിഡേറ്റ്സിന് പറയാനായിട്ട്. അതാണ് അൺസ്ട്രക്ചേർഡ്. അത് പറഞ്ഞ സ്ട്രക്ചേർഡ് അല്ലാതെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്, കാൻഡിഡേറ്റ്സിന് ഫ്രീഡം നൽകുന്നു. അപ്പൊ അവിടെ ചോദിക്കാലോ, ഡാഷ് ഇന്റർവ്യൂ പ്രൊവൈഡ്സ് എ ഫ്രീഡം ടു കാൻഡിഡേറ്റ്സ് so that they can disclose ചെയ്യാന്ന് വെച്ചാൽ വെളിപ്പെടുത്തുക about their knowledge, പല ഫീൽഡിലുള്ള അവരുടെ കഴിവുകൾ, നോളജ്, അറിവുകള്, ബാക്ക്ഗ്രൗണ്ട്, അവരുടെ എക്സ്പെക്ടേഷൻസ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ വെളിപ്പെടുത്താൻ കാൻഡിഡേറ്റ്സിന് ഫ്രീഡം ഉണ്ട്. Likewise, the interviewer is also allowed to share the information on the various topic enquired by the candidates. അല്ലെ, അതായത് എന്താ, ഇന്റർവ്യൂവർ ഈസ് ഓൾസോ allowed, ഇന്റർവ്യൂവർ എന്താണ് അലോ ചെയ്യാൻ വെച്ചാൽ അനുവദിക്കാൻ, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും, എൻക്വയർഡ് ബൈ ദ കാൻഡിഡേറ്റ്സ്, അന്വേഷിക്കുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻസ് പങ്കിടാനും ഇന്റർവ്യൂവറിനെ അലോ ചെയ്യുന്നുണ്ട്. ഈസ് ഓൾസോ അലൗഡ് ടു ഷെയർ ദ ഇൻഫർമേഷൻ ഓൺ വേരിയസ് ടോപ്പിക് എൻക്വയർഡ് ബൈ ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് അതൊക്കെ ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാനും ഈ ഇന്റർവ്യൂവർ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഇത്രേ ഉള്ളൂ, കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഒന്നും നേരത്തെ മുൻകൂട്ടി ഇന്ന രീതി ചോദിക്കണം അങ്ങനെയുള്ളതൊന്നുമില്ല. കുറച്ചും കൂടി എന്താണ് ഫ്രീഡം ഉണ്ട് അതിനകത്ത്. കാൻഡിഡേറ്റ്സിന് അവരുടെ കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട്, എക്സ്പെക്ടേഷൻ, ഇൻട്രസ്റ്റ്, ഇതൊക്കെ തുറന്ന് പറയാനുള്ള കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്. അപ്പൊ അത് രണ്ട് സെന്റൻസും ഡാഷ് ഇട്ട് വെക്കുക കേട്ടോ. ഇൻഫോർമൽ ഇന്റർവ്യൂ ആണോ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണോ എന്ന് സെന്റൻസ് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലാണ് പ്രിലിമിനറി ഇന്റർവ്യൂവിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി അടുത്തതാണ് കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്, CORE, core interview. Core interviews are generally a communication between the candidates and the line manager or expert on different areas of the job knowledge, skills, talent, etc. ജോലിയെ കുറിച്ച് അറിവുള്ള, കഴിവുള്ള, ടാലന്റ് ഉള്ള പല ഏരിയയിൽ നിന്നുള്ള എക്സ്പേർട്ടുകളോ അല്ലെങ്കിൽ ലൈൻ മാനേജറിനോ ആ കാൻഡിഡേറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ലൈൻ മാനേജർ എന്ന് പറഞ്ഞാൽ നേരിട്ട് മാനേജറൽ റോൾസ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് കേട്ടോ. നേരിട്ട് മാനേജറൽ കാര്യങ്ങളും ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ഈ ലൈൻ മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോ അല്ലെങ്കിൽ പല ഏരിയയിൽ നിന്നുള്ള എക്സ്പേർട്സ്, അല്ലെ, ജോബിന്റെ പല മേഖലകളിൽ അറിവുള്ള കാര്യങ്ങൾ, സ്കില്ല്, പല കഴിവുള്ള അല്ലെങ്കിൽ ടാലന്റ് ഉള്ള പല എക്സ്പേർട്ടുകള് അല്ലെങ്കിൽ ലൈൻ മാനേജറും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി കോർ ഇന്റർവ്യൂവിനെ അത് ഫസ്റ്റ് സെന്റൻസ് ഡാഷ് ഇടുക കേട്ടോ. Dash interview are generally a communication between the candidates and the line manager or expert on different area of the job knowledge, skill, talent. ഇനി ഈ കോർ ഇന്റർവ്യൂവിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. 6 ടൈപ്പ്, 7 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ. എന്നറിയാലോ, അവരുടെ പശ്ചാത്തലം എങ്ങനെയാണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതൊക്കെ അറിയുന്നതിന് വേണ്ടി, അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ബാക്ക്ഗ്രൗണ്ട് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ ആ കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അറിയുന്നതിന് വേണ്ടി. The purpose of these interviews is to collect information which cannot be obtained through the application form. അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂവിന്റെ ഒരു പർപ്പസ്? എന്താ?
Purpose of these interviews is to collect the information collect ചെയ്യാൻ which cannot be obtained through the application form. Application ഫോമിലൂടെ ലഭിക്കാത്ത ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് ഇന്റർവ്യൂ. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലേ, അല്ലെ? ആപ്ലിക്കേഷൻ ഫോമിന് കിട്ടാത്ത വിവരങ്ങളില്ലേ, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ വെളിപ്പെടുത്താത്ത അല്ലെങ്കിൽ ചോദിക്കാത്ത കാര്യങ്ങൾ, അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ നടത്തുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് തരുമ്പോ കുറെ സമയം പോകും, അതുകൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് കേട്ടോ. ഇനി it is also used to verify the information which is collected through the application form, such as educational background. It is also used to verify the information which is collected through the application form, such as the educational background, domicile എന്ന് പറഞ്ഞാൽ താമസ സ്ഥലമാണ് കേട്ടോ. domicile താമസ സ്ഥലം, ഫാമിലി, ഹെൽത്ത്, ഇൻട്രസ്റ്റ്, ഹോബീസ്, ലൈക്സ്, ഡിസ്ലൈക്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സെട്ര ഓഫ് ദ ആപ്ലിക്കൻസ്. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ്, ഇതിനു കൂടി വേണ്ടി ഉപയോഗിക്കുന്നു. ഏതാ? വെരിഫൈ ദ ഇൻഫർമേഷൻ വിച്ച് ഈസ് കളക്ടഡ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഫോം. ഇനി ആപ്ലിക്കേഷൻ ഫോമിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലേ, അതിനെ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഏതൊക്കെ? സച്ച് ആസ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, പഠിച്ച കോഴ്സുകൾ, കാര്യങ്ങൾ, അതൊക്കെ. പിന്നെ അവരുടെ ഫാമിലി, അവരുടെ റെസിഡൻസ്, താമസ സ്ഥലം, ഫാമിലി, ഹെൽത്ത്, അവരുടെ ഇൻട്രസ്റ്റ്, ഹോബീസ്, ലൈക്ക്, ഡിസ്ലൈക്ക്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ ആപ്ലിക്കേഷൻ ഫോമിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യാനും കൂടി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ സഹായിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് സ്ട്രെസ് ഇന്റർവ്യൂ. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം എന്താ സ്ട്രെസ് ആണ് അല്ലെ. സ്ട്രെസ് ഇന്റർവ്യൂ നല്ല സ്ട്രെസ് ആയിട്ടുള്ള നോക്കി. സ്ട്രെസ് ഇന്റർവ്യൂ ഇസ് ഫോർമുലേറ്റഡ് ടു ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ്സ് ബിഹേവിയർ ഓഫ് ദ ജോബ് ആൻഡ് സർവൈവൽ ലെവൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഷർ ഓർ സ്ട്രെസ്. അല്ലെ, ഏതൊരു ജോലിക്കും ഉണ്ടല്ലേ സ്ട്രെസ് ഇല്ലേ, ഒരു പ്രഷർ ഇല്ലേ മോളിന്ന് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തില് ആ കാൻഡിഡേറ്റ്സിന്റെ സർവൈവൽ ലെവൽ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ കാൻഡിഡേറ്റ്സ് ഫേസ് ചെയ്യുന്നത്, അവരതിനെ എങ്ങനെ സർവൈവ് ചെയ്യും അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ, ഇതൊക്കെ മെഷർ ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് സ്ട്രെസ് ഇന്റർവ്യൂ ചെയ്യുന്നത്. കണ്ടോ, അതായത് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പ്രഷറോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ സർവൈവൽ എങ്ങനെയാ, അതിന് അവര് എങ്ങനെ അതിജീവിക്കും, അതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്തേക്കുന്നതാണ്. അതാണ് ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് ഇന്റർവ്യൂവിന്റെ is formulated to evaluate the candidate's behavior on job. ആ ജോലിയില് കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ എങ്ങനെയാ, ആൻഡ് സർവൈവൽ ലെവൽ, ഒരു സർവൈവൽ എങ്ങനെയാ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഷർ ഓർ സ്ട്രെസ്. എന്തെങ്കിലും പ്രഷറോ സ്ട്രെസ്സോ ഇതൊക്കെ വരുമ്പോ അവരെ എങ്ങനെ സർവൈവ് ചെയ്യും അത് അറിയുന്നതിന് വേണ്ടി. ഫസ്റ്റ് സെന്റൻസ് ഇതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടോ. His pressure handling capacity, that is, എന്ന് വെച്ചാൽ എന്താ പ്രഷർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. ചില ആളുകൾ വളരെ നെർവ്സ് ആണ് അല്ലെ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവർക്കിടെ എന്തെങ്കിലും ഒരു സ്ട്രെസ് വരികയാണെങ്കിൽ, ഒരു പ്രഷർ ഇത് വരികയാണെങ്കിൽ അതിനെ എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യും, അതാണ് പ്രഷർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. In this kind of interview, the candidate is put into aggressive, apathetic or threatening situation whose objective is to neutralize the candidates and evaluate his ability to manage difficult situation. ഇനി ഈ തരത്തിലുള്ള ഇന്റർവ്യൂ എന്തിനു സഹായിക്കുന്നു? The candidate is put to aggressive. അവർക്കുടെ ഒരു ആക്രമണാത്മകത, അതായത് അവരുടെ ചിലവര് ഈ സ്ട്രെസ് ഒക്കെ വരുമ്പോ ഒരു വയലന്റ് ആവണ പോലെ ഇല്ലേ, അത് ആക്രമണാത്മകത. അപ്പത്തറ്റിക് എന്ന് വെച്ചാൽ അവരുടെ നിസ്സംഗത, ചിലർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതില്ലേ.
നിസ്സംഗത ഓർ ത്രെറ്റനിങ് സിറ്റുവേഷൻസ്, ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം, threatening situations whose objective is to demonstrate the candidates and evaluate his ability to manage the difficult situation. അതായത് ഈ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി ആണ് നോക്കുന്നത്. എന്താ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തില് ഇങ്ങനെ കാൻഡിഡേറ്റ്സ് അതിനോട് പ്രതികരിക്കും, അത് എങ്ങനെ അത് അവരെ സർവൈവ് ചെയ്യും, അതിന്റെ ആ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കാൻഡിഡേറ്റ്സിന് മനോവീര്യം, ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവർക്ക് അവരുടെ നോർമലി ഉള്ള ഒരു മനോവീര്യം അല്ലെ അത് തകരും. അപ്പൊ അങ്ങനെ കാൻഡിഡേറ്റ്സിന്റെ മനോവീര്യം തകർക്കുകയും അതുപോലെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി അത് വിലയിരുത്തുക, അതിനാണ് സ്ട്രെസ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു ചിലര് ഇങ്ങനെ എന്തെങ്കിലും പ്രഷറോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ചിലവര് വയലന്റ് ആവണവരുണ്ട് അല്ലെ, എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോഴ്, അല്ലെങ്കിൽ ചിലര് വളരെ നിസ്സംഗതരായിട്ടിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന ത്രെറ്റനിങ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അതായത് പർട്ടിക്കുലർ ആ സംഭവത്തില് അവരെങ്ങനെ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെ അതിനെ മാനേജ് ചെയ്യും, അതിനെങ്ങനെ സർവൈവ് ചെയ്യും, ആ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാ. ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലെ ആ കാൻഡിഡേറ്റ്സ് എങ്ങനെ കൈകാര്യം ചെയ്യും, ഓക്കെ, അത് മെഷർ ചെയ്യുന്നതിനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇതറിയാലോ, ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർമൽ ആയിട്ടുള്ളതാണ് അല്ലെ, ഒരു ഔപചാരികമായിട്ടുള്ള. ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ് ആണ്, നന്നായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ സ്ട്രിക്ട്ലി ഫോളോ all the formalities and procedure related to conducting of an interview such as, നോക്കി അപ്പൊ എന്തൊക്കെയാ, ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും എല്ലാ ഫോർമാലിറ്റീസും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തിട്ടേ, dash interview strictly follow the formalities and procedure related to conducting of interview. Okay. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും ഫോർമാലിറ്റീസും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ ആണത്. ഓക്കെ, സച്ചാസ് എന്തൊക്കെയാണ് അത് നോക്കിയേ, സച്ചാസ് ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂസ്, മൂല്യ വിശകലനം, ടൈം, പാനൽ ഓഫ് ഇന്റർവ്യൂവേഴ്സ്, എത്ര ഇന്റർവ്യൂവേഴ്സ് ഉണ്ടാവും, പാനൽ ഓഫ് ഇന്റർവ്യൂവേഴ്സ്. ദെൻ അടുത്തത് നോക്കിയേ, opening and closing, information the candidates officially etc. തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടോ ആണ്. മൂല്യനിർണ്ണയത്തില് അതിന്റെ ടൈം, ഇന്റർവ്യൂസിന്റെ പാനല്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്, കാൻഡിഡേറ്റ്സിന്റെ ഔദ്യോഗികമായിട്ട് ഓരോ കാര്യങ്ങളും കാൻഡിഡേറ്റ്സിന്റെ ഫോർമലായിട്ട് അറിയിക്കല്, ഇതൊക്കെ നടത്തുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഫോർമാലിറ്റീസും പ്രൊസീജിയറും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ദേ ആർ പ്രീ പ്ലാൻഡ്, അണ്ടർലൈൻ ചെയ്തിട്ടേ, ഇതെന്താണ്, പ്രീ പ്ലാൻഡ് ആണ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ്. പ്രീ പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ജോബ് റിക്വയർമെന്റ്സ്, ജോബിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം അവിടെ എന്താണ്, ഓർഗനൈസ്ഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, അത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇവിടെ വരെ ഇന്റർവ്യൂ വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. അത് ഫുൾ അങ്ങോട്ട് സച്ചാസ് എന്ന് പറഞ്ഞുള്ളത് വേണമെന്നില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് കണ്ടോ, ഇത്രയും അതിനകത്ത് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഡാഷ് ഇന്റർവ്യൂ സ്ട്രിക്ട്ലി ഫോളോ ഓൾ ദ ഫോർമാലിറ്റീസ്, അത് കാണുമ്പോൾ തന്നെ അറിയാലോ എല്ലാ ഫോർമാലിറ്റീസും പ്രൊസീജിയറും സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ ഫോർമാലിറ്റീസും പ്രൊസീജിയറും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ.
ഓക്കെ, അതായത് ആ ഇന്റർവ്യൂവിന് അതിൻ്റെതായ മൂല്യമുണ്ട്, ടൈം ഇത്ര സമയത്ത് ഇന്റർവ്യൂ ഇത്ര ടൈമിലാണ്, ഇന്ന സമയത്ത് ആരംഭിച്ച് ഇന്ന സമയത്ത് തീർക്കണം, ഇന്റർവ്യൂസിന്റെ പാനൽ ഗ്രൂപ്പ്, ഓപ്പണിംഗ് ക്ലോസിംഗ്, ഇൻഫർമേഷൻ എന്താ കാൻഡിഡേറ്റ്സ് ഒഫീഷ്യലി, കാൻഡിഡേറ്റ്സിനെ ആ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട്, എല്ലാ ഫോർമാലിറ്റീസും അല്ലെങ്കിൽ പ്രൊസീജിയറും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ. ദേ ആർ പ്രീ പ്ലാൻഡ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത്, പ്രീ പ്ലാൻഡ് ആണ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ്, ഓർഗനൈസ്ഡ് ആണ്. ഇതിനനുസരിച്ച് ബേസ്ഡ് ഓൺ ദ ജോബ് റിക്വയർമെന്റ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതാണ് പാനൽ ഇന്റർവ്യൂ. ഇന്റർവ്യൂ ഇൻക്ലൂഡ്സ് എ പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റ്. പാനൽ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ്, ഒരു കൂട്ടം സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അവിടെ. ടു ഇന്റർവ്യൂ ഈച്ച് കാൻഡിഡേറ്റ്സ്, ഒരു കാൻഡിഡേറ്റ്സ് ഉള്ളൂ, അത് അവരെ ഒരു കൂട്ടം ഇന്റർവ്യൂവേഴ്സ്, ഒരു കൂട്ടം സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ദ പെർഫോമൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ഫോം എ കമ്പൈൻഡ് ഡിസിഷൻ. അവർ തമ്മിൽ ഒരു ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ഓൺ ദ ബേസിസ് ഓഫ് ഇവാലുവേഷൻ ബൈ എവരി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ബൈ വേ ഓഫ് ഗിവിംഗ് വെയിറ്റേജ് ടു ഈച്ച് ഫാക്ടേഴ്സ്. കണ്ടോ, ഓരോ സ്പെഷ്യലിസ്റ്റും ഇവാലുവേറ്റ് ചെയ്ത വിവരങ്ങളെ ബേസ് ചെയ്തിട്ട് അവര് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് എന്താണ്? ബൈ വേ ഓഫ് ഗിവിംഗ് വെയിറ്റേജ് ടു ഈച്ച് ഫാക്ടേഴ്സിനും വെയിറ്റേജുകൾ കൊടുക്കും. അപ്പൊ അതായത് ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ഒരാളെ ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ കുറെ പേരുണ്ട്, ഇപ്പൊ കുറെ പേര് കൂടി എന്നെ എന്ത് ചെയ്യാണ്? ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിക്കാം. അതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഒരാള് ഇന്റർവ്യൂ ചെയ്യുന്നു. ഇപ്പൊ ഗോകുൽ എന്നെ കുറിച്ച് നോട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നില്ല ജോൺസി അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കണേ, അല്ലെ? ജോൺസി നോട്ട് ചെയ്ത ആണെന്നില്ല അക്ഷയ് നോട്ട് ചെയ്തത്, ഈ അക്ഷയ് നോട്ട് ചെയ്ത കാര്യം ആണെന്നല്ല രമ്യ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ആണ് അവിടെ ഇന്റർവ്യൂ നടത്തുന്നത്, സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്റർവ്യൂ നടത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും അറിയോ? ഇപ്പൊ രമ്യയുടെ തീരുമാനം മാത്രം എടുക്കാൻ പറ്റൂല, അല്ലെ അക്ഷയുടെ ജോൺസിയുടെയോ ഗോകുലിന്റെ മാത്രം എടുക്കാൻ പറ്റൂല. ഇവര് നിങ്ങൾ ആരും കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഓരോരുത്തരും ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു. കണ്ടോ? ഓൺ ദ ബേസിസ് ഓഫ് ഇവാലുവേഷൻ ബൈ എവരി ഓരോ സ്പെഷ്യലിസ്റ്റും ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട്. ഓക്കെ, അടുത്തതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പാനൽ ഇന്റർവ്യൂല് ഒരു ഒരു കാൻഡിഡേറ്റ്സ്, അവിടെ ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെ ഓർക്കാം. ഇനി ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്താ? ഗ്രൂപ്പ് ഇന്റർവ്യൂ ഈസ് എ സ്പെഷ്യൽ സിറ്റുവേഷൻ, പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഫോർ ഇന്റർവ്യൂയിങ് എ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. വെയർ സെവറൽ കാൻഡിഡേറ്റ്സ് ആർ കോൾഡ് ഫോർ ആൻ ഇന്റർവ്യൂ അറ്റ് ദ സെയിം ടൈം. അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഏത് ഇന്റർവ്യൂ ആണെന്ന് ചോദിക്കാം കേട്ടോ. ഡാഷ് interview is a special situation for interviewing a candidate. ആ സെന്റൻസ് തന്നെ അറിയാം. ഇവിടെ ഇത്ര നോക്കിയാൽ മതി. സെവറൽ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഇന്റർവ്യൂവിന് ഒരേ സമയം തന്നെ വിളിക്കുന്നു. മൊത്തം സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്താ? കുറെ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ഒരേ സമയത്ത് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. Where several candidates are called for an interview at the same time. ഒരേ സമയത്ത് തന്നെ കുറെ കാൻഡിഡേറ്റ്സ്, ഒരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, in cases where there are a large number of candidates for an interview on the same day. അപ്പൊ ഇതിനകത്ത് എന്താ? ഒരു ദിവസം തന്നെ കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ആൻ ഇന്റർവ്യൂ ഓൺ ദ സെയിം ഡേ. ഒരു ദിവസം തന്നെ കുറെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. Then group interview facilitate the interview with the capacity to evaluate the large number of candidates. എന്താണ്? എന്തിനുള്ള സൗകര്യം ഒരുക്കുന്നു? ഇന്റർവ്യൂവേഴ്സിന് ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഓരോരുത്തരെ നോക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം വരും. ഇതൊരു കൂട്ടം, ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇന്റർവ്യൂവിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതിനുള്ള സൗകര്യം ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂ ഒരുക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ ടൈം സേവിംഗ് ടൂൾ ഫോർ ദ ഓർഗനൈസേഷൻ. പിന്നെ എന്താ? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു ടൈം സേവ് ചെയ്യുന്ന കാര്യമല്ല അത്, അല്ലെ?
കുറെ കാൻഡിഡേറ്റ്സിനെ ദ സെയിം ടൈമിൽ വിളിക്കുമ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ വേണ്ട. അതായത് സെയിം ഒരു ടൈം സേവിങ് ടൂൾ ആണ്. ടൈം സേവിങ് ടൂൾ. Group interview also provide an opportunity to evaluate the behavior of a candidate in a group. Underline ചെയ്തിട്ട് ലാസ്റ്റ് സെന്റൻസും ഡാഷ് ഇന്റർവ്യൂ, അവിടെയും ഡാഷ് ഇട്ട് ചോദിക്കാം. ഈ ഇന്റർവ്യൂ ഒക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഗ്രൂപ്പ് ഇന്റർവ്യൂ ഓൾസോ പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൊടുക്കുന്നു. എന്തിന്? ടു ഇവാലുവേറ്റ് ദ ബിഹേവിയർ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഗ്രൂപ്പ് ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. Then അടുത്തത് നോക്കിയേ, ഡെപ്ത് ഇന്റർവ്യൂ. ഓക്കെ ആണോ? വായിച്ചു നോക്കണോ? രണ്ട് ഫസ്റ്റ് സെന്റൻസ്, സെക്കൻഡ്, ആദ്യത്തെ സെന്റൻസും ലാസ്റ്റ് സെന്റൻസും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണത്. എക്സാമ്പിൾ ഒന്നും അങ്ങനെയൊന്നും ഇല്ല, അത് മനസ്സിലാക്കി വെക്കുക. ഒരു കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള പ്രത്യേകം ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ് ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അവിടെ കുറെ കാൻഡിഡേറ്റ്സിനെ ഒരു സെയിം ടൈമിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ അതെന്തിനാണ്? കാൻഡിഡേറ്റ്സിന്റെ ഒരു ഗ്രൂപ്പ്, കാൻഡിഡേറ്റ്സിന്റെ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലെ കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാനുള്ള, അതിനെ വിലയിരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രൂപ്പ് ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് ഡെപ്ത് ഇന്റർവ്യൂ. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത്, DEPTH, ആഴത്തിലുള്ള, അല്ലെ? ഭയങ്കര ആഴത്തിലുള്ള ഇന്റർവ്യൂ. നേരത്തെ നമ്മൾ കുറച്ച് മോളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ചോദിക്കുന്നുള്ളൂ. ഇത് ഭയങ്കര കുറച്ചുകൂടി ഡീപ്പ് ഇന്റർവ്യൂ ആണ്. ഡെപ്ത് ഇന്റർവ്യൂ. Depth interview. Depth interviews are the type of interviews in which a candidate is evaluated. Candidates evaluate ചെയ്യുന്നു mainly in the core area of knowledge and skill of the job. core area പ്രധാനപ്പെട്ട ഏരിയ, നോളജിന്റെ, അവരുടെ സ്കില്ലിന്റെ ഒക്കെ, ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ നോളജ്, സ്കില്ല്, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഏരിയ മെയിൻ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി സഹായിക്കുന്നതാണ് ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ ഫസ്റ്റ് സെന്റൻസ്. Depth interview are a type of interviews. ഒരു തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് in which a candidate is evaluated mainly in the core area of knowledge and skills of the job. ജോലിയുടെ അല്ലെങ്കിൽ നോളജ്, അവരുടെ അറിവിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയകൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. Candidates are evaluated by the experts in their respective field by putting an appropriate question in order to obtain significant response from them, while initiating the discussion regarding some problematic areas of the job, and by asking them to describe even minute activities of the job performance. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന candidates are evaluated by the experts in the respective field. ഒരു ആ ഒരു ഫീൽഡില് എക്സ്പെക്റ്റീവ്, ആ ഒരു ബന്ധപ്പെട്ട ഫീൽഡില് എക്സ്പേർട്ട് ആയിട്ടുള്ളവര് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഏതാണ് ആ ജോലിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലകള്? Evaluated by the core area of the knowledge and the skills of the job. ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള അറിവ്, ആ ഏരിയ, അതിന്റെ സ്കിൽസ്, ഇതിനെ കുറിച്ചൊക്കെ കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. The candidates are evaluated by the expert. ഇനി ആരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അവരെ നോക്കുന്നത് ആരാണ്? എക്സ്പേർട്സ് ആണ്. ആ ഒരു ബന്ധപ്പെട്ട ഒരു മേഖലയില്, അല്ലെ, അതുമായിട്ട് വേറെ കണക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പറ്റൂല, അല്ലെ? ആ ഒരു ബന്ധപ്പെട്ട മേഖലയിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകള് കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. by putting up appropriate questions in order to obtain significant response from them. അവർക്ക് ആവശ്യമായിട്ടുള്ള ആ റെസ്പോൺസ്, അല്ലെ, ഉചിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ എന്താണ് നടത്തുന്നത്. Then while initiating the discussion regarding some problematic area of the job,
and they asking them to describe even minute activities of the job performance. ജോബിന്റെ പ്രശ്നകരമായ മേഖലയെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോൾ അവരിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണങ്ങൾ ലഭിക്കുന്നതിന് ഉചിതമായിട്ടുള്ള അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ ജോലിയുടെ പെർഫോമൻസ്, അതിന്റെ പ്രവർത്തനങ്ങൾ പോലും ചെറിയൊരു കാര്യം പോലും വിവരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ചില പ്രശ്നമുള്ള മേഖലകളില്ലേ, അതിലെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അവര് അതിന് മാനേജ് ചെയ്യുന്നത് അല്ലെ? ആൻഡ് ആസ്കിംഗ് ദം ടു ഡിസ്ക്രൈബ് ഈവൻ മിനിറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ ജോബ് പെർഫോമൻസ്. ജോലിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ആ ജോലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ള ആക്ടിവിറ്റീസ് ഉണ്ടോ, ചെറിയ പ്രവർത്തനങ്ങൾ, അത് ആ ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എങ്ങനെയാണ് ആ സമയത്ത് ചെയ്യുന്നത് എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡെപ്ത് ഇന്റർവ്യൂ നടത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ ഒരു ബന്ധപ്പെട്ട മേഖലയിൽ എന്താണ് എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവരോട് അപ്രോപ്രിയേറ്റ് ആയിട്ട് കാൻഡിഡേറ്റ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവർക്കുടെ ആ റെസ്പോൺസ് എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കഷൻ, അതായത് ആ എന്താണ് ഒരു പ്രശ്നപരമായിട്ടുള്ള ഒരു മേഖല, അങ്ങനെ കുറച്ച് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതാണ് കുറച്ചും കൂടി ആഴത്തിലുള്ള കാര്യമാണ്. മോളിലുള്ള സിമ്പിൾ ആയിട്ടുള്ളതല്ല, കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. Okay, asking them to describe even minutes activity job പെർഫോമൻസിനെ കുറിച്ച് ഒരു കുറച്ച് അതാണ് പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. പ്രോബിംഗ് എന്ന് വെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക എന്നുള്ള വേർഡാണ് കേട്ടോ. പ്രോബിംഗ് സൂക്ഷ്മമായി പരിശോധിക്കാം. ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. Job and probing interviews are mainly designed for evaluating the candidates' knowledge with respect to their duties. കണ്ടോ, ജോലിയുമായി ബന്ധപ്പെട്ട our duty, functions, job method, critical problem, way to resolve those problem, അതിനെ സോൾവ് ചെയ്യാനുള്ള അല്ലെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തിട്ടേത് പ്രോബിംഗ് വെച്ച് സൂക്ഷ്മമായി പരിശോധിക്കുക കേട്ടോ. ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ ആർ മെയിൻലി ഡിസൈൻ ഫോർ ദ ഡാഷ്. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്? മെയിൻലി ഡിസൈൻ ഫോർ ഇവാലുവേറ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് നോളജ്. കാൻഡിഡേറ്റ്സിന്റെ നോളജ് ഇവാലുവേറ്റ് ചെയ്യാൻ. ഏതാണ്? വിത്ത് റെസ്പെക്ട് ടു ദെയർ ഡ്യൂട്ടീസ്. അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ്, ജോബ് മെത്തേഡ്, ക്രിട്ടിക്കൽ പ്രോബ്ലംസ്, then way to resolve those problem, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ആ ഒരു മാർഗം, ഇങ്ങനെയുള്ളതുമായ എല്ലാം ബന്ധപ്പെട്ട് എന്താണ് കാൻഡിഡേറ്റ്സിന്റെ നോളജ് എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. ഇനി തീരുമാനം എടുക്കുന്ന ഇന്റർവ്യൂ. ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. Decision making interview is another kind of interview taken by concerned departmental head. Underline ചെയ്തിട്ടേ, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നടത്തുന്നതാണ് ഈ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് വേറെ തരത്തിലുള്ള ഇന്റർവ്യൂ ആണ്. തീരുമാനം എടുക്കാൻ അറിയാൻ പറ്റുമല്ലേ? പേരിൽ നിന്ന് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ, തീരുമാനം എടുക്കാനുള്ളതാണ്. Decision making interview is another kind of interview. ഇത് വേറെ തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ ആണ്. Taken by a concerned departmental head. ആരായത് നടത്തുന്നത്? ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Generally, this kind of interview is conducted through the informal discussion. ഏതാണ്? ഔപചാരികമായിട്ടുള്ള, ഇൻഫോർമൽ ആയിട്ടുള്ള, അനൗപചാരികമായിട്ടുള്ള ഡിസ്കഷൻസ്. Generally this kind of interview is conducted through the informal discussion. ഇൻഫോർമൽ ആയിട്ടുള്ള അനൗപചാരികമായ ഡിസ്കഷനിലൂടെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, generally this kind of interview is conducted through the informal discussion. The HR manager is also supposed to take an interview. Underline ചെയ്തിട്ടേ,
ആരാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്? HR manager. Also supposed to take an interview for the candidates in order to make his decision with respect to salary, allowance, benefits, promotion, etc. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് അവൻ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ്, അലവൻസ്, ബെനിഫിറ്റ്സ്, പ്രൊമോഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സും നമ്മുടെ HR മാനേജറും തമ്മിലുള്ള ഇന്റർവ്യൂ ആണ്. The departmental head and the HR manager communicate. അപ്പൊ ആദ്യം ആരാണ് ബന്ധപ്പെട്ട ആ ഹെഡ് ആണ് ഇന്റർവ്യൂ നടത്തുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആരുടെ അടുത്തേക്ക് പോകും? HR മാനേജറിന്റെ അടുത്തേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ഇന്റർവ്യൂ ആണ്. അതായത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് എന്നുള്ളത് ചെയ്യാം. അപ്പൊ ആദ്യം ആരെ ഇന്റർവ്യൂ ചെയ്യുന്നേ? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആണ് ആദ്യം ഇന്റർവ്യൂ നടത്തുന്നത്. Generally, this kind of interview is conducted through the informal discussion. ഇത് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഇൻഫോർമൽ ഡിസ്കഷനിലൂടെയാണ് അത് ഇന്റർവ്യൂ ആരംഭിക്കുന്നത്. The HR manager അതിനുശേഷം ആരുടെ അടുത്തേക്ക് പോകും? ഇന്റർവ്യൂ ആര് നടത്തും? HR മാനേജർ ആണ്. HR മാനേജർ. അതിനുശേഷം HR അത് അവര് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് ആരുണ്ടായിരിക്കാം? HR മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, HR മാനേജറിന്റെ അടുത്തേക്കാണ് അത് പോകുന്നത്. Is also supposed to take an interview of the candidates in order to make his decision with respect to the salary, allowance, benefit, promotion, etc. എന്നിട്ട് HR മാനേജർ എന്ത് ചെയ്യും? ഇന്റർവ്യൂ നടത്തും. എന്തുമായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട്? സാലറി എത്രയാ, അലവൻസ്, ബെനിഫിറ്റ്സ്, പ്രൊമോഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് HR മാനേജർ ഒരു ഡിസിഷൻ എടുക്കും. അല്ലെ? അവരുടെ കാഴ്ചപ്പാടുകൾ, കാര്യങ്ങളൊക്കെ അത് എന്ത് ചെയ്യുന്നു? ഇതാക്കുന്നു. അടുത്ത നോക്കിയേ, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആൻഡ് HR മാനേജർ കമ്മ്യൂണിക്കേറ്റ് ദ വ്യൂ. അപ്പൊ രണ്ടുപേരും ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞു. ആരൊക്കെ? ഡിപ്പാർട്ട്മെന്റൽ ഹെഡും HR മാനേജറും. ഇനി ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആൻഡ് HR മാനേജർ കമ്മ്യൂണിക്കേറ്റ്. അവർ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നു? അവരുടെ വ്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കണ്ടോ? അവരുടെ കാഴ്ചപ്പാട്. ഇപ്പൊ ഞാൻ നോട്ട് ചെയ്തതും ഇവിടെ റോസ്മി നോട്ട് ചെയ്തതും അങ്ങനെ രണ്ടുപേരും നോട്ട് ചെയ്തത്, HR മാനേജറും ഡിപ്പാർട്ട്മെന്റൽ ഹെഡും നമ്മൾ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അത് അവരുടെ കാഴ്ചപ്പാടുകൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Therefore, they mutually notify the head of the interview board about their decision. അപ്പൊ അവർ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനം ആർക്ക് കൊടുക്കുന്നു? The head of the interview board. ഇന്റർവ്യൂ ബോർഡ് ഹെഡിന് കൊടുക്കുന്നു. അവരുടെ about that decision, അവരുടെ ഡിസിഷനും കൂടി അവർ രണ്ടുപേരും കൂടി സംയോജിതമായിട്ടുള്ള തീരുമാനിച്ച കാര്യം ഈ HR മാനേജറും അതുപോലെ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്, HR മാനേജറും ഡിപ്പാർട്ട്മെന്റ് ഹെഡും തമ്മിൽ എടുത്ത തീരുമാനം അതായത് നമ്മുടെ ആ ഇന്റർവ്യൂ ബോർഡിലേക്ക് അറിയിക്കുന്നു. The head of the interview board എന്ത് ചെയ്യുന്നു? Take the final decision. അണ്ടർലൈൻ ചെയ്തിട്ട് ആരാണ് അവിടെ ഫൈനൽ തീരുമാനം എടുക്കുന്നത്? ഡിസിഷൻ മേക്കിംഗ്. ഇന്റർവ്യൂയുടെ ഡിസിഷൻ എടുക്കുന്നത് ഇന്ന ആളെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? The head of the interview board. ആ ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡാണ്. The head of the interview board take the final decision. അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു. About the candidate's performance, കാൻഡിഡേറ്റ്സിന്റെ പ്രകടനം, and his respective rank in the interview. ഇന്റർവ്യൂവിലുള്ള അവരുടെ ആ റാങ്കിങ്, എത്രാമത്തെ റാങ്കാണ്, ആ റാങ്കിങ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ് അതിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നു. ആരാണ് ഡിസിഷൻ എടുക്കുന്നതെന്ന് ആരാ പറഞ്ഞത്? ആരാണ് ഡിസിഷൻ എടുക്കുന്നത്? The head of the interview board. അങ്ങനെ പല സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഇന്റർവ്യൂ ചെയ്യും. അതിനുശേഷം HR മാനേജർ ഇന്റർവ്യൂ എടുക്കും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി എടുത്ത ആ തീരുമാനം അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെ കാഴ്ചപ്പാടുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നേരെ അത് ഹെഡിലേക്ക് കൊടുക്കുന്നു. ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡിലേക്ക് കൊടുക്കുന്നു. The head of the interview board ആണ് ഫൈനൽ തീരുമാനം എടുക്കുന്നത്. കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ്, അതുപോലെ റെസ്പെക്റ്റീവ് റാങ്കിന്റെ ഇന്റർവ്യൂവിലുള്ള ബന്ധപ്പെട്ട റാങ്ക്, ഇതൊക്കെ ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നത് ആരാ? കുട്ടീനെ സെലക്ട് ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്, ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഇന്റർവ്യൂ ബോർഡ് ആണ്. The head of the interview board. The head of the interview board. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു തരാം എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് ആണ്. ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. അത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഡാഷ് ഈസ് എ മോഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡാഷ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആ ഡെഫിനിഷൻ സ്കോട്ടിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. അത് അതുപോലെ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ആ സെന്റൻസ് വന്നിട്ട് ഡാഷ് ഈസ് എ പർപ്പസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ അങ്ങനെ ചോദിക്കാം. ഇനി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇന്റർവ്യൂവിനെ പറയുന്നത്, described as an effort ആണ് to obtain maximum information about the candidate regarding his fitness for the job. പലതരത്തിലുള്ള ഇന്റർവ്യൂ ആണ്. 3 തരാണ് നമ്മൾ പറഞ്ഞത്. പ്രിലിമിനറി ഇന്റർവ്യൂ ഉണ്ട്, കോർ ഇന്റർവ്യൂ ഉണ്ട്, അടുത്തത് നമുക്ക് 3ാമത്തെ തരമാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. അവിടെ ഇന്ന ആളെ എടുക്കണമെന്നുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്, ഫൈനൽ ഡിസിഷൻ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഇന്റർവ്യൂ ബോർഡ് ആണ്. ദ ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡ്. The head of the interview board take the final decision about the candidate's performance and his respective rank in the interview. Okay, clear ആണോ? Okay, അടുത്തതാണ് ഇന്റർവ്യൂ പ്രോസസ് ആണ്. 3 തരത്തിലുള്ള ഇന്റർവ്യൂ പറഞ്ഞു, പിന്നെ അതിന്റെ സബ് പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും നമുക്ക് ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ കണ്ടോ, അതിനകത്ത് ആ സെന്റൻസ് അങ്ങനെ ചോദിക്കാം. ഒരു സെന്റൻസ് ഉണ്ടോ, അത് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാം. Dash interviews is a type of interview taken by the concerned department head. That decision making interview. പിന്നെ അതുപോലെ തന്നെ ഇത് ആരംഭിക്കുന്നത് ഇൻഫോർമൽ ഡിസ്കഷനിലൂടെയാണ്. HR മാനേജർ ആണ് എന്ത് ചെയ്യുന്നത്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ കാര്യങ്ങൾ നടത്തി സാലറി, അലവൻസ്, ബെനിഫിറ്റ്, പ്രൊമോഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുക്കുന്നു. ദ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആദ്യം ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഇന്റർവ്യൂ നടത്തി HR മാനേജർ. നെക്സ്റ്റ് സ്റ്റേജ് പോലെയാ, അടുത്ത ഇതിലേക്ക് HR മാനേജറിലേക്ക് വരും. എന്നിട്ട് അവർ HR മാനേജറും ഡിപ്പാർട്ട്മെന്റ് ഹെഡും തമ്മിൽ പരസ്പരം അവരുടെ കാഴ്ചപ്പാടുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് അവരുടെ ഡിസിഷൻ ഇന്റർവ്യൂ ബോർഡിലേക്ക് അറിയിച്ചു കൊടുക്കും. അങ്ങനെ ഇന്റർവ്യൂ ബോർഡാണ് എന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. കാൻഡിഡേറ്റ് പെർഫോമൻസ് ആൻഡ് ഹിസ് റെസ്പെക്റ്റീവ് റാങ്ക് ഇൻ ദ ഇന്റർവ്യൂവിലുള്ള ബന്ധപ്പെട്ട റാങ്ക് ഇതിലേക്ക് സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്റർവ്യൂ പ്രോസസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ഒരു പാരഗ്രാഫ് നോക്കാം. The several steps followed while conducting an interview as follows. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല, ഇച്ചിരി റിസ്കി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിന് നമ്മൾ ഒറ്റ സ്റ്റെപ്പ് കൊണ്ടൊന്നും ഇന്റർവ്യൂ പ്രോസസ്സ് തീരൂല. ഇന്റർവ്യൂ പ്രോസസ്സിന്റെ പല സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നത്. എന്താണ്, ഇന്റർവ്യൂവിന് ആദ്യം തയ്യാറാവണം. പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് ആദ്യം തയ്യാറാകണം. രണ്ടാമത് കണ്ടക്ടിങ് ആൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിനകത്തൊക്കെ പല സബ് ഉണ്ട് കേട്ടോ. പിന്നെ ക്ലോസിംഗ്, ഇന്റർവ്യൂവിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്യണം. ദെൻ ഇവാലുവേഷൻ ഓഫ് ദ ഇന്റർവ്യൂ റിസൾട്ട്. ഇന്റർവ്യൂ റിസൾട്ട് ഇവാലുവേഷൻ ചെയ്യുന്നു. എന്തൊക്കെയാണ്, പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തെയാണ് കണ്ടക്ടിങ്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ക്ലോസിംഗ്, ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുന്നു. ഇവാലുവേഷൻ ഓഫ് ഇന്റർവ്യൂ റിസൾട്ട് ഇവാലുവേഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും മതി കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്നും നോക്കി ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇന്റർവ്യൂ പ്രോസസ്സിന്റെ ഇത് ഓക്കെ. പിന്നെ എക്സാമിന് ഞാൻ പറഞ്ഞല്ലോ, ആ എക്സാമിന് നമുക്ക് വരുന്നത് എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്, അതായത് കഴിഞ്ഞ ആഴ്ച എടുത്തു നിർത്തിയത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് പേജ് നമ്പർ 36 അല്ലെ, 36 അല്ലേ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ്. അവിടെ വരെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ഉണ്ടാവും. എക്സാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് എന്നിട്ട് അതിന് 4 ഓപ്ഷൻ ഉണ്ടാവും. കറക്റ്റ് ആൻസർ നിങ്ങൾ എടുത്ത് എഴുതുക. 60 മാർക്കിന്റെ എക്സാം ആയിരിക്കും. ഓക്കെ, ബാക്കിത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇടും. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് വേറെ ഇൻഫർമേഷനും കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലോ ടൈം
മാർക്ക് 60, 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. പേടിക്കണ്ട, എല്ലാം ഒബ്ജക്റ്റീവ് ആണ്. അവിടെ ഓപ്ഷൻ ആൻസർ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ടാൽ മതി. ഫസ്റ്റും സെക്കൻഡും തേർഡും മൊഡ്യൂളും, അല്ല തേർഡ് ചാപ്റ്ററും, ഫസ്റ്റും സെക്കൻഡും തേർഡ് ചാപ്റ്റർ, 3 ചാപ്റ്റർ. ഓക്കെ, നിങ്ങൾക്ക് ഇട്ടിട്ട് തന്നിട്ടില്ലേ? നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇത് ഇട്ട് തന്നിട്ടില്ലേ? ഓക്കെ, 60 മാർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അതും കൂടി പറഞ്ഞിട്ടെ, എല്ലാവരും ഇരുന്ന് പഠിക്കുക, കുറച്ച് സമയമൊക്കെ ഇരുന്ന് പഠിക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എളുപ്പമുള്ളതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അത്രയും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ് വരെ നിങ്ങൾ നോക്കി വെക്കുക ഈ ചാപ്റ്റർ ചെയ്തിട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു. നാളെ ഉണ്ട് കേട്ടോ, ക്ലാസ് ഉണ്ട്.